പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു മത്സരം പരിചയപ്പെടുത്തുകയാണ്. പ്രകൃതി സംരക്ഷണത്തോടൊപ്പം നിങ്ങൾക്കൊക്കെ നല്ല സമ്മാനം ലഭിക്കുവാനുള്ള അവസരമുണ്ട് കേട്ടോ. കേരളത്തിൽ നിന്നും 1 കോടി വൃക്ഷത്തൈകൾ സംരക്ഷിച്ച് അതിന്റെ ഫോട്ടോ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ UNEP-യിലേക്ക് കേരളത്തിന്റെ സംഭാവനയായി സമർപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് ഗ്രീൻ കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും സോഷ്യൽ ഫോറസ്ട്രിയുടെയും സഹകരണത്തോടെ ഒരു അധ്യയന വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിവിധ മത്സരങ്ങളും പരിപാടികളുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രൊഫസർ ശോഭീന്ദ്രൻ മാസ്റ്ററുടെ പേരിലുള്ള ക്യാഷ് അവാർഡും ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ തീരുമാനിച്ചത് സംഘാടകരെ ഞാൻ അഭിനന്ദിക്കാനും ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു. ഞാൻ മത്സരം പരിചയപ്പെടുത്താം. പരിസ്ഥിതി ദിനത്തിലും തുടർന്ന് നമ്മളൊക്കെ ഒരുപാട് വൃക്ഷത്തൈകൾ നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ നട്ടിട്ടുണ്ട്. വേണ്ടത്ര പരിചരണം ലഭിച്ചില്ലെങ്കിൽ ഈ തൈകളൊക്കെ നശിച്ചു പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ എല്ലാവരും കൂടി ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് പരിപാലന ആവശ്യമായ തൈകളുടെ അടുത്ത് പോയി പരിചരിച്ചതിനു ശേഷം ഒരു ഫോട്ടോ എടുത്ത് www.greencleanearth.org എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. ഭാഗ്യശാലികൾക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്കും സമ്മാനങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ നൽകുന്നതാണ്. അടുത്ത ജൂൺ 5 വരെ ആവശ്യമായ ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ അത് പരിചരിച്ച് പരിപാലിച്ച് വളർത്തണം. വേനൽക്കാലം കഴിഞ്ഞതിനു ശേഷം അടുത്ത ജൂൺ മാസത്തിൽ സംരക്ഷിക്കപ്പെട്ട ഈ തൈകളുടെ ഫോട്ടോ വീണ്ടും അപ്ലോഡ് ചെയ്യണം. അവ നമ്മൾ കേരള സർക്കാർ മുഖേന ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ UNEP-യിലേക്ക് സമർപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു. ആഗോള താപനത്തിനെതിരെ ഒരു മഹാമുന്നേറ്റം സാധ്യമാവുകയും അതോടൊപ്പം നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു അംഗീകാരം ലഭിക്കുവാൻ അവസരം ലഭിക്കുന്ന ഈ പദ്ധതിയിൽ പങ്കാളികളാകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. വൃക്ഷത്തൈ പരിപാലന മത്സരവും ഗ്രീൻ ക്ലീൻ കേരള സുസ്ഥിര വികസന പ്രോജക്റ്റുകളും ലോക റെക്കോർഡ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാരത്തോൺ ഹരിത സർഗോത്സവവും അരങ്ങേറുന്ന ഗ്രീൻ ക്ലീൻ കേരള സുസ്ഥിര വികസന ഹരിത മത്സരങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാലയത്തിന് 25,000 രൂപയുടെ പ്രൊഫസർ ശോഭീന്ദ്രൻ സ്മാരക പരിസ്ഥിതി അവാർഡും മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും ക്ലാസുകൾക്കും വിദ്യാലയങ്ങൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥി ക്ലബ്ബുകൾക്കും ഉപജില്ലക്കും വിദ്യാഭ്യാസ ജില്ലക്കും ജില്ലക്കും ചാപ്റ്ററുകൾക്കും സഹോദയകൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും സന്നദ്ധ സംഘടനകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വാർഡുകൾക്കും ശോഭീന്ദ്ര പുരസ്കാരവും നൽകുന്നതാണ്. ഈ മത്സരങ്ങളിലെ വൃക്ഷത്തൈ പരിപാലന മത്സരത്തിൽ പങ്കെടുക്കുവാൻ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന വിധമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കുവാൻ വിദ്യാലയത്തിലെ ഹരിത കോർഡിനേറ്റർ വിദ്യാലയത്തിൻ്റെ പേര് ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഓരോ ക്ലാസ് അധ്യാപകരും പ്രത്യേക യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതാത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് യൂസർ നെയിമും പാസ്വേഡും നൽകേണ്ടതുണ്ട്. അങ്ങനെ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ www.greencleanearth.org എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് മുകളിൽ വലത് ഭാഗത്ത് കാണുന്ന 3 വരയിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 ഓപ്ഷൻ കാണാവുന്നതാണ്, യൂസർ ആൻഡ് കോർഡിനേറ്റർ. ഡാറ്റ അപ്ലോഡ് ചെയ്യുവാൻ വേണ്ടി യൂസർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അധ്യാപകൻ അയച്ചു തന്ന യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടെ നിങ്ങൾ ഈ വെബ്സൈറ്റിലെ എല്ലാ ഓപ്ഷനുകളും ഉള്ള ഡാഷ്ബോർഡിൽ എത്തുന്നതാണ്. തൈകളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുവാൻ വേണ്ടി അപ്ലോഡ് പ്ലാന്റ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നട്ടുവളർത്തുന്ന തൈകൾ ആണെങ്കിൽ പ്ലാന്ററും അപ്ലോഡറുമായി നിങ്ങളുടെ പേര് തന്നെ കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ മറ്റാരെങ്കിലും നട്ട തൈകൾ ആണെങ്കിൽ പ്ലാന്ററായി അവരുടെ പേരും അപ്ലോഡറായി നിങ്ങളുടെ പേരും കൊടുക്കുക. തുടർന്ന് തൈകളുടെ ഫോട്ടോ സെലക്ട് ചെയ്യുകയും സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ഇവിടെ മൈ അപ്ലോഡ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ യൂസർ അക്കൗണ്ടിൽ നിന്നും അപ്ലോഡ് ചെയ്യപ്പെട്ട മുഴുവൻ തൈകളും ഇവിടെ കാണാവുന്നതാണ്. അവിടെ ഒരു ട്രീ നമ്പർ കാണാം. ഇപ്പോൾ കാണുന്നത് 1,15,000 സംതിങ് ആണ്.
ഇത്രയും തൈകൾ ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടു എന്നാണ് കണക്ക്. ഈ നമ്പറുകൾ ഓർത്ത് വെക്കേണ്ടതാണ്. നിങ്ങൾ മറ്റു ഗ്രീൻ ആക്ടിവിറ്റി മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ട്രീ നമ്പർ ചോദിക്കുന്നിടത്ത് ഇത് എൻ്റർ ചെയ്യുക. കൂടാതെ ട്രീ നമ്പർ ഉപയോഗിച്ച് നറുക്കെടുപ്പ് നടത്തി വിജയികൾക്ക് സമ്മാനങ്ങളും നൽകുന്നുണ്ട്. ഇനി നിങ്ങളുടെ തൈകളുടെ അഡീഷണൽ ഡാറ്റ കൊടുക്കുവാൻ ട്രീ നമ്പർ എന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലബ്ബ് എന്ന ബട്ടൺ കാണാം. നിങ്ങളുടെ സ്കൂളിലെ ഏതെങ്കിലും വിദ്യാർത്ഥി ക്ലബ്ബ് പ്രചരണം നടത്തിയിട്ടാണ് നിങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് എങ്കിൽ ആ ക്ലബിൻ്റെ പേര് ഇവിടെ സെലക്ട് ചെയ്യേണ്ടതാണ്. സ്കൂളിലെ ഏതെങ്കിലും പ്രാദേശിക ക്ലബ്ബാണെങ്കിൽ അതേഴ്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ വിദ്യാർത്ഥി ക്ലബിനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ഈ ഡാറ്റ ആഡ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഒരു തവണ തൈകളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തതുകൊണ്ട് മത്സരം അവസാനിക്കുന്നില്ല. 3 മാസം കഴിഞ്ഞ് ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള 2ാം ഘട്ട ക്യാമ്പയിനിലും വീണ്ടും 3 മാസം കഴിഞ്ഞ് പുതുവത്സരത്തോടനുബന്ധിച്ച് നടത്തുന്ന 3ാം വട്ട ക്യാമ്പയിനിലും വീണ്ടും 3 മാസം കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിലെ അവധിക്കാലത്ത് നടത്തുന്ന 4ാം ഘട്ട ക്യാമ്പയിനിലും ഇതേ തൈകളുടെ അതാത് സമയത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇത്തരത്തിലുള്ള 1 കോടി വൃക്ഷത്തൈ സെൽഫികളാണ് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന മത്സരാർത്ഥികൾ തയ്യാറാക്കുന്ന സുസ്ഥിര വികസന പ്രോജക്റ്റ് റിപ്പോർട്ടിനോടൊപ്പം കേരള സർക്കാർ മുഖേന ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ UNEP-യിലേക്ക് സമർപ്പിക്കുവാൻ ലക്ഷ്യമിടുന്നത്. കൂടാതെ ഗ്രീൻ ആക്ടിവിറ്റി മത്സരങ്ങളിലും ലോക റെക്കോർഡ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാരത്തോൺ ഹരിത സർഗോത്സവത്തിലും ശാസ്ത്ര പ്രകടന മത്സരങ്ങളിലും മറ്റു ടാസ്കുകളിലും മികച്ച പ്രകടനം നടത്തുകയും ചെയ്യുന്നവർക്കാണ് പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നൽകുന്നത്. ഇതോടൊപ്പമുള്ള സുസ്ഥിര വികസന പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന വിധം അറിയുവാനും ലോക റെക്കോർഡ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാരത്തോൺ ഹരിത സർഗോത്സവത്തിൽ പങ്കെടുക്കുന്ന വിധം അറിയുവാനുമുള്ള വീഡിയോകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു. നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കായി എല്ലാവരും ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്നും ഈ മത്സരങ്ങളിലെ ടാസ്കുകളും വാർത്തകളും റിസൾട്ടുകളും നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വിജയാശംസകളോടെ ടീം ഗ്രീൻ ക്ലീൻ കേരള മിഷൻ. ഈ പദ്ധതിയിൽ പങ്കാളികളാകുവാൻ താൽപ്പര്യമുള്ള സന്നദ്ധ സംഘടനകളും റെസിഡൻസ് അസോസിയേഷനുകളും പരിസ്ഥിതി പ്രവർത്തകരും ഇതോടൊപ്പമുള്ള ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്.